ഏതാണ്ട് 2008 നമ്മൾ പറഞ്ഞിരുന്നു, കേരളത്തിൽ സ്കൂൾ കോളേജ് തലങ്ങളിൽ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനും ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാനും കൺവേർട്ട് ചെയ്ത ശേഷം സിറിയയിലോ അല്ലെങ്കിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലോ ചേർക്കുവാനും വേണ്ടി അതിശക്തമായിട്ട് ഒരു ഫോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജസ്റ്റിസ് ശങ്കരൻ അന്ന് പറഞ്ഞപ്പോൾ അതിൽ പെൺകുട്ടികളുടെ വിങ്ങിന്റെ പേര് ഷഹീൻ ഫോഴ്സ് എന്നായിരുന്നു. അത്ഭുതകരം എന്ന് പറയട്ടെ, ഡോക്ടർ ഷഹീൻ ഷഹീദ്, ആ സ്ത്രീ ഇതിന്റെ ജയ്ഷെ മുഹമ്മദിന്റെ സ്ത്രീ വിഭാഗത്തിന്റെ തലപ്പത്തിരിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വളരെ ആസൂത്രിതമായ മതപരിവർത്തന ശ്രമങ്ങളും ഒരു വശത്ത്, മറുവശത്ത് ഞങ്ങൾ ഏറ്റവും ലോകത്ത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കൊടി പിടിക്കുന്നവരാണെന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ടും എച്ചിൽ തിന്നുന്ന ബുദ്ധിജീവികളെ കൊണ്ടും പറയിപ്പിക്കാം. അതേസമയത്ത് യാഥാർത്ഥ്യം എന്താണ്? എമ്പുരാൻ എന്ന സിനിമയിൽ ഒരു മുന്ന എന്ന കഥാപാത്രത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഭീകരവാദം നടത്തുന്നത് യഥാർത്ഥത്തിൽ RSS ആണ്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകളാണ്, അല്ലെങ്കിൽ ഒരു ശരാശരി ഹിന്ദുവാണ് എന്ന രീതിയിൽ ചലച്ചിത്രത്തിലൂടെ ആവിഷ്കരിക്കുന്ന ഈ സിനിമാ എഴുത്തുകാരെയും നടന്മാരെയും മുഴുവൻ അറസ്റ്റ് ചെയ്യണം വേണ്ടത് ഇപ്പോൾ. കാരണം അവരെന്തു നിരുത്തരവാദപരമായ മ്ലേച്ഛമായ ഒരു സമീപനമാണ് ഭീകരവാദം പോലെ ഒരു ഗൗരവമേറിയ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചത് ഹിന്ദുക്കളാണ് യഥാർത്ഥത്തിൽ അക്രമകാരികളെന്നല്ലേ.